ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മമ്മിയമ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തികച്ചും വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ളൊരു ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ സീഡും അതേപോലെ തന്നെ ഞെട്ടിഭാഗത്ത് വരുന്നൊരു പൂ പോലുള്ളൊരിതുണ്ടല്ലോ, എന്തായാലും പറയാം. അപ്പോൾ അതും കൂടെ എടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട്, വീഡിയോ ഇനി കാണാൻ ഇഷ്ടമൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് 4 വശത്ത് ആദ്യം തന്നെ നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതെന്തിനാണ് ഒട്ടിക്കുന്നത് എന്നുള്ളത്. അപ്പം മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ എന്തിനാണെന്നുള്ളത്. സ്ട്രെയിറ്റ് ആയിട്ട് വേണം നമ്മളിത് ഒട്ടിച്ചെടുക്കാനായിട്ട്. ഞങ്ങൾ 4 വശത്തും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു പേപ്പർ ചുരുട്ടിയെടുത്തിട്ട് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഒട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പെയിൻറ്റ് ചെയ്തെടുക്കുക. ഞാൻ ബ്ലാക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് അത് ഉണങ്ങിയ ശേഷം ബാക്കി വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് സ്റ്റെമ്മുകളൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കട്ടിയുള്ളൊരു ത്രെഡ് വെച്ചിട്ടാണ് സ്റ്റെമ്മൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഗമ്മിട്ടിട്ട് വെച്ച് കൊടുക്കുകയാണ് സ്റ്റെമ്മായിട്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അങ്ങനെ സ്റ്റെമ്മ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴത്തിൻ്റെ സീഡും അതുപോലെ മറ്റുള്ളതൊക്കെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സീഡ് ഞാനിങ്ങനെ രീതിയിലാണ് പൂവായിട്ട് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഗമ്മാക്കിയിട്ട് നമ്മളതിലേക്ക് ഇങ്ങനെ തണ്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ എല്ലാം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമ്മളിതിനൊന്ന് പെയിൻറ്റ് ചെയ്യുക. പെയിൻറ്റ് ചെയ്യാതെടുത്താലും നല്ല ഭംഗി ഉണ്ടായിരിക്കും. അതിൻ്റെ വേറെ ഭംഗിയാണ്. നമുക്ക് എന്തായാലും ഒന്ന് പെയിൻറ്റ് കൂടെ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ എടുത്തിട്ട് ആദ്യം സ്റ്റെമ്മിനൊക്കെ നമ്മൾ ഗ്രീൻ കളർ കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള കളറൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ നല്ല ഓരോ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.